കട്ടച്ചങ്കായി ഇന്ത്യയും റഷ്യയും. സൗദിക്കും യുഎസിനും വരാൻ പോകുന്നത് വൻ തിരിച്ചടിയായിരിക്കും. ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് റഷ്യ മുന്നേറുകയാണ്. സൗദിയും യുഎസിനും വൻ തിരിച്ചടിയായേക്കും യുഎഇക്ക് മുന്നേറ്റവും ഉണ്ടാകും. നമുക്കറിയാം, ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ ആധിപത്യം സ്ഥാപിച്ച ഒരു രാജ്യമുണ്ട്. അതെ, റഷ്യ തന്നെ. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ലോക പ്രശസ്തവുമാണ്. എന്നാൽ ഇപ്പോൾ ഈ ബന്ധത്തിന്റെ വിള്ളൽ ഏൽപ്പിക്കാൻ എന്നോണം സൗദി, ഇറാൻ പോലെ മറ്റു രാജ്യങ്ങളൊക്കെ ഇന്ത്യക്ക് എണ്ണ സഹായവുമായി രംഗത്ത് എത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ശരിക്കും ഇന്ത്യ അടിപതറിയോ? ഇന്ത്യയിലെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ മന്ദഗതിയാണ്. ഇപ്പോൾ റഷ്യയുടെ വിഹിതം കുറഞ്ഞോ? സൗദി, ഇറാൻ പോലെ മറ്റു രാജ്യങ്ങളും ഇന്ത്യക്ക് എണ്ണ സഹായം കുറയ്ക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്ക കടുംപിടുത്തം തുടരുകയുമാണ്. അമേരിക്ക ഏർപ്പെടുത്തുന്ന ഈ ഉപരോധം ഇന്ത്യയെ ബാധിക്കുന്നുമുണ്ട്. ഇക്കാരണങ്ങൾ കൊണ്ട് ഈ അവസരം ശരിക്കും മുതലെടുക്കുകയാണോ മറ്റു രാജ്യങ്ങൾ? ഇന്ത്യക്ക് ഇത് വിനയാകുമോ? എണ്ണ ഉൽപാദനം കുറയ്ക്കാൻ തീരുമാനമെടുക്കുമ്പോൾ ഇന്ത്യയെ അത് കാര്യമായി ബാധിക്കുന്നതാണ്. എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യക്ക് താങ്ങായി റഷ്യ ഉണ്ടാവില്ലേ എന്നത് നമ്മുടെ സംശയമാണ്. ഉണ്ടാകും. പരിശോധിക്കാൻ വിശദമായി ഞാൻ ആതിര. പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായി റഷ്യ ഇപ്പോഴും തുടരുകയാണ്. വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ജനുവരിയിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ക്രൂഡിന്റെ 1/3 റഷ്യയിൽ നിന്നാണ്. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ മൂല്യം വർഷം തോറും 41% ഉയർന്ന് $4.47 ബില്യൺ ഡോളറിലെത്തിയതായി കണക്കുകൾ വ്യക്തമാകുന്നുണ്ട്. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി 2023 ഡിസംബറിലെ $3.92 ബില്യൺ ഡോളറിൽ നിന്ന് 14% വർദ്ധിപ്പിച്ചതായും കണക്കുകൾ കാണിക്കുന്നുണ്ട്. 2023 ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ ക്രൂഡ് വിതരണക്കാരനായി തീരുകയാണ് റഷ്യ. ഇന്ത്യൻ ഇറക്കുമതിയുടെ 30%-ലധികം റഷ്യയിൽ നിന്നായിരുന്നു. ചെങ്കടലിൽ പ്രതിസന്ധിയും അമേരിക്കയുടെ ഉപരോധ ഭീഷണിയും നിലനിൽക്കുന്നുണ്ടെങ്കിലും 2024 തുടക്കത്തിലും റഷ്യ ഇറക്കുമതിയിൽ മുൻനിര ഇറക്കുമതിക്കാരായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. എസ് ഗ്ലോബൽ കമ്മോഡിറ്റി ഇൻസൈറ്റ്സിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണത്തിൽ റഷ്യൻ എണ്ണയുടെ നീക്കത്തെ ആദ്യം ബാധിച്ചിരുന്നു എങ്കിലും റഷ്യൻ എണ്ണ ചരക്കുകൾ ആക്രമണത്തിന് വിധേയമാകുമെന്ന സമീപകാല റിപ്പോർട്ടുകളുടെ സ്ഥിതിഗതികളിലേക്ക് മാറിയിരിക്കുകയാണ്. പ്രതിസന്ധി ഗുഡ് ഹോപ്പ് മുനമ്പ് വഴി വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിക്കാൻ കപ്പലുകളെ നിർബന്ധിതരാക്കിയിരിക്കുകയാണ്. ഇതോടെ ചെലവ് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ലഭ്യത വർദ്ധിപ്പിച്ചതോടെ ഗൾഫ് മേഖലയിലെ പരമ്പരാഗത വിതരണക്കാരിൽ നിന്നുള്ള ഇറക്കുമതി വർഷാവർഷം കുറഞ്ഞിരിക്കുകയാണ്. ഡിസംബറിൽ ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിലിന്റെ രണ്ടാമത്തെ വലിയ സ്രോതസ്സായിരുന്നു ഇറാഖ്. $2.54 ബില്യൺ ഡോളറിന്റെ മൂല്യമുള്ള ചരക്ക് ഇറാഖിൽ നിന്നും വിതരണം ചെയ്തിട്ടുണ്ട്. ഇതാകെ നിരക്കിൽ 5% ഉയർന്നതാണ്. വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നത് സൗദി അറേബ്യക്കാണ്. സൗദി അറേബ്യയിൽ നിന്നുള്ള വിതരണം ജനുവരിയിൽ 31.3% ഇടിഞ്ഞ് $1.55 ബില്യൺ ഡോളറായിരിക്കുകയാണ്. മികച്ച 5 വിതരണക്കാരിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും യുഎസും യഥാക്രമം $980.24 മില്യൺ ഡോളറും $107.49 മില്യൺ ഡോളറുമായി അടുത്തടുത്ത സ്ഥാനങ്ങളിലുമുണ്ട്. റഷ്യൻ എണ്ണയ്ക്ക് പ്രതിസന്ധി നേടുകയാണെങ്കിൽ അറബ് രാജ്യങ്ങളുമായുള്ള ഇടപാട് ഇന്ത്യ വീണ്ടും ശക്തമാക്കിയേക്കും. ജനുവരിയിൽ ഇന്ത്യയിലേക്കുള്ള എണ്ണ വിതരണത്തിൽ UAE 6.70% വർധനവോടെ മുന്നേറുകയും ചെയ്തിട്ടുണ്ട്. ഒരു വർഷം മുമ്പ് UAEയുടെ വിഹിതം $918.63 മില്യൺ ഡോളറായിരുന്നു. ഇതിന് വിപരീതമായി യുഎസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ വിതരണം ജനുവരിയിൽ 91% ഇടിഞ്ഞ് $107.49 മില്യൺ ഡോളറുമായിട്ടുണ്ട്. ഉക്രൈൻ സംഘർഷത്തിന് മുൻപ് 2021-22 സാമ്പത്തിക വർഷത്തിൽ റഷ്യൻ എണ്ണ ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ 2% മാത്രമായിരുന്നു. ആ സമയത്ത് ഇറാഖ് ആയിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ വിതരണക്കാർ. സൗദി അറേബ്യയും UAEയും തൊട്ടുപിന്നിലുമായിരുന്നു. എന്നിരുന്നാലും ഉക്രൈൻ അധിനിവേശത്തിന് ശേഷം എണ്ണവിലയിൽ ഗണ്യമായ കിഴിവ് നൽകിയതിനാൽ റഷ്യ മുകളിലേക്ക് കയറുകയുമായിരുന്നു. ഈ നൽകുന്ന കിഴിവുകൾ വെച്ച് ബാരലിന് $30 നിന്ന് ബാരലിന് $40 കുറഞ്ഞിട്ടും പാശ്ചാത്യ ആശങ്കകൾക്കിടയിലും ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി തുടരുകയാണ്. ഇന്ധനത്തിന്റെ താങ്ങാവുന്ന വിലയും ലഭ്യതയും ഉറപ്പാക്കാനും ഊർജ്ജ സുരക്ഷ കൈവരിക്കാനും എണ്ണ ശുദ്ധീകരണശാലകൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വില കുറഞ്ഞ എണ്ണ വാങ്ങാൻ ശ്രമിക്കുമെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പൂരി വീണ്ടും അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. ജനുവരിയിൽ ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതി ബിൽ തുടർച്ചയായി വർഷാവർഷം 0.1% വളർച്ചയോടെ 4% വർദ്ധിച്ച് $12.4 ബില്യൺ ഡോളറിലുമെത്തി. അതിനിടെ മാർച്ച് 13 ഉക്രൈൻ റഷ്യൻ എണ്ണ ശുദ്ധീകരണശാലകൾ നേരെ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില 2% ഉയർന്നിരിക്കുന്നത്. കുറഞ്ഞ എണ്ണ ഉൽപാദനം നിലനിർത്താനുള്ള റഷ്യ ഉൾപ്പെടെയുള്ള ഒപെക് സഖ്യത്തിന്റെ തീരുമാനത്തോടൊപ്പം ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ വർദ്ധിച്ചതും ക്രൂഡ് ഓയിൽ വില ബാരലിന് $85 മുകളിൽ എത്തിക്കുകയായിരുന്നു.